ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. റോമാലേഖനത്തിലൂടെയുള്ള നമ്മുടെ വചന പഠനത്തിന്റെ 7-ാം ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. റോമറിന്റെ 4-ാം അധ്യായം നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ അതിന്റെ ആദ്യത്തെ 12 വാക്യങ്ങൾ ധ്യാനിക്കാൻ പോവുകയാണ്. എല്ലാവരും ബൈബിൾ എടുത്ത് ഈ വചനപാരായണം ശ്രദ്ധിക്കുക. റോമർ 4-ന്റെ 1 മുതൽ 12 വരെ. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നു തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത്, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനും കൂടെയോ? അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിലത്രേ. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും. പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ. ആമേൻ. അതാണ് നമ്മുടെ ഇന്നത്തെ വേദഭാഗം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ റോമാലേഖനത്തിന്റെ ഉള്ളടക്കം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ 2-ാമത്തെ ഭാഗമായ യഥാർത്ഥ സുവിശേഷം എന്താണെന്ന് പൗലോസ് വ്യക്തമാക്കുന്ന വേദഭാഗത്തിലാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിന്റെ ആരംഭം 3-ാം അധ്യായത്തിന്റെ അവസാനം കണ്ടു കഴിഞ്ഞു. നീതീകരണമാണ് സുവിശേഷത്തിന്റെ അന്തസത്ത, വിശ്വാസത്താലുള്ള നീതീകരണം. അവിടെ തന്നെ പൗലോസ് അത് പഠിപ്പിച്ചപ്പോൾ അവസാനം ചില ചോദ്യങ്ങൾ, ആകയാൽ അതുനിമിത്തം ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവസാനം ചോദിച്ച 3-ാമത്തെ ചോദ്യം, ഇങ്ങനെ വിശ്വാസത്താലാണ് നീതീകരണമെങ്കിൽ അതുനിമിത്തം നമ്മൾ പഴയ നിയമത്തെ ദുർബലമാക്കുന്നുണ്ടോ? ആ ചോദ്യത്തിന്റെ മറുപടിയാണ് ഇനി 4-ാം അധ്യായത്തിൽ നമ്മൾ പൂർണ്ണ രൂപത്തിൽ കാണാൻ പോകുന്നത്. പഴയ നിയമത്തിലും കർത്താവ് നീതീകരണം വിശ്വാസത്താൽ തന്നെയാണ് മനുഷ്യർക്കു നൽകിയത് എന്ന് തെളിയിക്കുവാൻ പൗലോസ് ഇനി പഴയ നിയമത്തിലേക്ക് കടക്കുകയാണ്. പഴയ നിയമത്തിന്റെ ഉപദേശം, രക്ഷാപദ്ധതി എന്താണ് പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നൊക്കെ കൂടുതൽ വിവരിക്കുന്ന ഒരു വേദഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ പഴയ നിയമത്തിലെ വിശ്വാസികളുടെ എല്ലാം പിതാവാണെന്ന് പറയപ്പെടുന്ന അബ്രഹാമിന്റെ നീതീകരണത്തിലൂടെയാണ് പൗലോസ് ഇത് തെളിയിക്കുവാൻ പോകുന്നത്. അപ്പോ ഈ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് വിശ്വാസത്താൽ നീതീകരണം ലഭിച്ചു എന്ന് പൗലോസ് തെളിയിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഴയ നിയമമായാലും പുതിയ നിയമമായാലും രക്ഷയ്ക്ക് ബൈബിളിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്ന് അപ്പോസ്തലൻ തെളിയിക്കുവാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ വേദഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അധികം ആമുഖ ചിന്തകൾ പറഞ്ഞ സമയം കൂടുതൽ എടുക്കുന്നില്ല. നമുക്ക് വേഗത്തിൽ നമ്മുടെ വേദഭാഗത്തിലേക്ക് തന്നെ കടക്കാം. 1-ാമത്തെ വാക്യം നമ്മൾ ഈ പറഞ്ഞ 3-ാം അധ്യായത്തിന്റെ അവസാനം കണ്ട വേദഭാഗവുമായിട്ട് ചേർത്ത് വായിക്കണം. 3-ന്റെ അവസാനം പൗലോസ് ആ ചോദ്യമാണ് ചോദിച്ചത്. നമ്മൾ പഴയ നിയമത്തെ, ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒട്ടുമില്ല, അശേഷമില്ല. നമ്മൾ അതിനെ ഉറപ്പിക്കത്രേ ചെയ്യുന്നത്. അത് തെളിയിക്കുവാനായിട്ട് പൗലോസ് പൂർവ്വപിതാവായ അബ്രഹാമിന്റെ മാതൃക താൻ പരിശോധിക്കുവാൻ തുടങ്ങുകയാണ്. അങ്ങനെയാണ് ഈ വേദഭാഗം ആരംഭിക്കുന്നത്. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയുന്നു. ഇവിടെ ജഡപ്രകാരം എന്നുപയോഗിച്ചിരിക്കുന്ന വാക്ക് യവന ഭാഷയിൽ 2 രീതി വ്യാഖ്യാനിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പഴയ മലയാളം ബൈബിളും മലയാളത്തിലെ പുതിയ സമകാലിക വിവർത്തനങ്ങളും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. സമകാലിക വിവർത്തനങ്ങളിലെല്ലാം ഭൂരിപക്ഷവും ഈ ജഡപ്രകാരം എന്നുള്ള വാക്ക് പൂർവ്വപിതാവായ അബ്രഹാമുമായിട്ട് ചേർത്ത് വായിച്ചിരിക്കുകയാണ്. അതായത് ജഡപ്രകാരം നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം, അങ്ങനെ പറഞ്ഞങ്ങ് പോവുകയാണ്. അല്ല, പഴയ മലയാളം ബൈബിളിലൊക്കെ ഈ ജഡപ്രകാരം അബ്രഹാം എന്തു പ്രാപിച്ചു, ജഡത്താൽ എന്തെങ്കിലും അബ്രഹാമിന് പ്രാപിക്കുവാൻ പറ്റിയോ? ഈ 2 രീതിയിലും
യവന ഭാഷയിലെ ഈ വാക്യം വ്യാഖ്യാനിക്കാം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പഴയ മലയാളം ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് പോലെ ജഡപ്രകാരം അബ്രഹാം എന്തു പ്രാപിച്ചു എന്നുള്ളതാണ്. കാരണം ജഡപ്രകാരം നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം എന്ന് പറയുമ്പോൾ യഹൂദന്മാർക്ക് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. ജഡപ്രകാരം നമ്മുടെ ഒന്നും ജഡപ്രകാരമുള്ള പൂർവ്വപിതാവ് അബ്രഹാം അല്ല. അതുകൊണ്ട് തന്നെ ഇത് ഉപദേശപരമായിട്ട് കുറച്ചുകൂടെ യോജിക്കുന്നത് അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല തുടർന്നുള്ള വാക്യങ്ങളിൽ അത് വളരെ കൂടുതൽ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ വേദഭാഗം യഹൂദന്മാർക്ക് മാത്രം എഴുതിയ ഒരു വേദഭാഗവും അല്ല. അതുകൊണ്ട് തന്നെ ഇത് ജഡപ്രകാരം നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം എന്ന് പറയുന്നതിനേക്കാളും അബ്രഹാം ജഡപ്രകാരം, എന്താണ് ഈ ജഡപ്രകാരം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്? രണ്ടാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ, അപ്പൊ പ്രവൃത്തി കൊണ്ട് നീതീകരിക്കപ്പെടുക, അതാണ് ഈ ജഡപ്രകാരം എന്നുള്ളതിന് അപ്പോസ്തലൻ ഉദ്ദേശിച്ചത്. ജഡപ്രകാരം അപ്പോസ്തലൻ ചോദിക്കുകയാണ്, ജഡപ്രകാരം അബ്രഹാം രക്ഷിക്കപ്പെട്ടോ? പ്രവൃത്തിയാലാണോ അബ്രഹാം നീതീകരിക്കപ്പെട്ടെ? അപ്പൊ ജഡം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരം കൊണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തി, അതാണ് ജഡപ്രകാരം. ജഡം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരം കൊണ്ട് ബാഹ്യമായി ചെയ്യുന്ന സൽപ്രവൃത്തികളാൽ അബ്രഹാം വല്ലതും നേടിയോ? അപ്പൊ ഇവിടെ ചോദ്യം, അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രശംസ എന്നുള്ള വിഷയം വരികയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ 3 ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യവുമായിട്ട് ചേർത്ത് വായിക്കണം. റോമർ 3:27 അപ്പോസ്തലൻ ചോദിക്കുകയാണ്, ആകയാൽ പ്രശംസ എവിടെ? നീതീകരണം വിശ്വാസത്താലാണെങ്കിൽ, പ്രവൃത്തിയാൽ അല്ലെങ്കിൽ പിന്നെ പ്രശംസയ്ക്ക് എന്തു വക? അത് പോയി ഏതു മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, പ്രവൃത്തിയാലോ അല്ല, പിന്നെങ്ങനെ? വിശ്വാസമാർഗത്താൽ. രക്ഷ വിശ്വാസത്താൽ ആയതുകൊണ്ട് തന്നെ, പ്രവൃത്തിയാൽ അല്ലാത്തത് കൊണ്ട് തന്നെ എന്തില്ല? പ്രശംസയ്ക്ക് വകയില്ല. അപ്പോ അപ്പോസ്തലനാണ് ചോദിക്കുന്നത്, ജഡപ്രകാരം അബ്രഹാം എന്തു നേടി? പ്രവൃത്തിയാൽ അവന് നീതീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിൽ പ്രശംസിക്കാൻ വല്ല വകയുമുണ്ടോ? ഇല്ല, ദൈവസന്നിധിയിൽ ഇല്ലതാനും. അബ്രഹാമിന് ദൈവസന്നിധിയിൽ പുകഴാൻ ഒന്നുമില്ല. അതിൽ നിന്ന് വ്യക്തമാണ് അബ്രഹാം നീതീകരണം പ്രാപിച്ചത് പ്രവൃത്തിയാലല്ല. ഇത് വളരെ ഹ്രസ്വമായിട്ട് പൗലോസ് അങ്ങ് എഴുതി പോയിരിക്കുകയാണ്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. അത് ഈ റോമർ 3 റോമർ 4 ഒക്കെ പല പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചാലേ ഈ വാക്യങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെ മനസ്സിലാക്കി. ഇത് ആഴത്തിലുള്ള ഒരു സത്യമാണ്, ധ്യാനിക്കുന്നവർക്കേ വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ചു നിങ്ങൾ ഇരിക്കുക. ഇത് വിശകലനം ചെയ്യുമ്പോൾ ഇതെങ്ങനെ ഈ വാക്യത്തിൽ നിന്ന് ഈ ബ്രദറിന് കിട്ടിയെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ധ്യാനിക്കണം. ധ്യാനിക്കുമ്പോൾ ഈ വാക്യങ്ങൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കും വെളിപ്പെടുത്തി കിട്ടും. അപ്പോ രക്ഷ പ്രവൃത്തിയാൽ ആയിരുന്നെങ്കിൽ അബ്രഹാമിന് പ്രശംസിക്കുവാൻ വകയുണ്ട്. എന്നാൽ അബ്രഹാമിന് ദൈവം മുമ്പാകെ പ്രശംസിക്കാൻ ഒരു സംഗതിയും ഇല്ലതാനും എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ്, പ്രവൃത്തികളാൽ അല്ല, വിശ്വാസത്താൽ അത്രേ നീതീകരണം പ്രാപിച്ചു. ഇത് പൗലോസ് ഉപദേശമായി പറയുകയാണ്. ഇനി പൗലോസ് ചോദിക്കുകയാണ്, നമുക്ക് തിരുവെഴുത്തുകളിലേക്ക് കടക്കാം. ഞാനീ പറയുന്നത് മാത്രമല്ലല്ലോ, പഴയ നിയമത്തിൽ പോയി നമുക്കത് പരിശോധിക്കാം. അതാണ് 3-ാമത്തെ വാക്യം. തിരുവെഴുത്ത് എന്തു പറയുന്നു? ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി നമുക്ക് തിരുവെഴുത്തുകളിൽ പോകാം, പഴയ നിയമത്തിൽ പോയി പരിശോധിക്കാം, ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു. അപ്പോൾ അവിടെ ആ ചോദ്യം ചോദിച്ചിട്ട് ഉൽപ്പത്തി 15:6 വാക്യം പൗലോസ് ഉദ്ധരിച്ചിരിക്കുകയാണ്, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. വളരെ കാതലായ ഒരു വാക്യമാണ്. ഈ ഒരൊറ്റ വാക്യത്തിൽ നിന്നാണ് പൗലോസിന്റെ ഇനിയുള്ള എല്ലാ ഉത്തരങ്ങളും, അബ്രഹാമിന്റെ നീതീകരണത്തെക്കുറിച്ചുള്ള എല്ലാ ഉത്തരങ്ങളും ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് വളരെ കാതലായ ഒരു വേദഭാഗമാണ്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അബ്രഹാം എന്താണ് ചെയ്തത്? വിശ്വസിച്ചു. അബ്രഹാം പ്രവൃത്തി ചെയ്തെന്നല്ല ഈ പറഞ്ഞിരിക്കുന്നത്. പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. അത് തന്നെയല്ലേ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്? വിശ്വാസത്താലാണ്. അപ്പോൾ പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കിട്ടിയ അതേ സത്യം തന്നെയാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. പൗലോസ് പുതിയ ഉപദേശമൊന്നുമല്ല ഈ പഠിപ്പിക്കുന്നത്. പ്രാചീന എഴുത്തുകളിൽ വെളിപ്പെട്ടിരുന്ന അതേ സത്യം തന്നെയാണ്, നീതീകരണം വിശ്വാസത്താലാണ്. പൗലോസ് അത് യേശുക്രിസ്തു വന്നതിന് ശേഷം എടുത്തു പറഞ്ഞ് പഠിപ്പിക്കുന്നു എന്നേ ഉള്ളൂ, അല്ലേ? അപ്പോ നമ്മൾ ന്യായപ്രമാണത്തെ, പഴയ നിയമത്തെ ദുർബലമാക്കുകയല്ല, അതിനെ ഉറപ്പിക്കുക അത്ര ചെയ്യുന്നത്. അതിന്റെ പൂർത്തീകരണം യേശുക്രിസ്തുവിൽ കടന്നു വന്നിരിക്കുന്നു. അതൊരു വാഗ്ദത്തമായിട്ട് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന അതിന്റെ പൂർത്തീകരണം എന്താ വന്നിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ അപ്പോസ്തലന്മാർ പുതിയ ഉപദേശം ഒന്നും കൊണ്ടുവരുന്നില്ല സുവിശേഷത്തെ സംബന്ധിച്ച്. ഒരു സുവിശേഷമേ പഴയതും പുതിയതിലും ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇത് പുതിയതല്ല എന്നും കൂടെ പൗലോസ് ഇവിടെ പറയുകയാണ്. രണ്ടാമതായിട്ട് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുള്ള ഈ ഉൽപ്പത്തി എന്നുള്ള വാക്യത്തിൽ രണ്ടാമതായിട്ട് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അബ്രഹാം വിശ്വസിച്ചപ്പോൾ ദൈവം അവന് നീതി കണക്കിട്ടു. ആ കണക്കിട്ടു എന്നുള്ള വാക്ക് അടിവരയിടണം. അപ്പോൾ ഈ വാക്യത്തിൽ 2 വാക്കുകളുടെ അടിയിൽ നമ്മൾ അടിവരയിടണം. ഒന്ന് വിശ്വാസം, 2 കണക്കിട്ടു.
കണക്കിട്ടു എന്ന് പറയുന്ന ആ വാക്ക് വളരെ കാതലായ ഒരു വാക്കാണ്. മുന്നോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവം ഒരു നീതി അവന് കണക്കിട്ടു എന്നാണ്, അല്ലാതെ സ്വഭാവം കൊണ്ട് അബ്രഹാം നീതിമാനായത് കൊണ്ട് ദൈവം അവനെ നീതീകരിച്ചു എന്നല്ല, സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടി എന്നല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അബ്രഹാം വിശ്വസിച്ചപ്പോൾ ഒരു നീതി അവന് കണക്കിട്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അവന്റെ സ്വഭാവം നോക്കി നീ നീതിമാനാണല്ലോ എന്നാ പിന്നെ നിന്നെ അങ്ങ് നീതിമാനാണെന്നങ്ങ് പ്രസ്താവിച്ചു കളയാം, നീ നീതീകരണം പ്രാപിച്ചിരിക്കുന്നു എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും കാതലാണ്. ഇനി മുന്നോട്ടുള്ള വാക്യങ്ങളിൽ അത് കൂടുതൽ വ്യക്തമായി വരും. ഇപ്പോഴേ ശ്രദ്ധിച്ചു കൊള്ളുക എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 4ഉം 5ഉം വാക്യങ്ങളിൽ പ്രവൃത്തിയും വിശ്വാസവും തമ്മിൽ താരതമ്യം ചെയ്ത് ഒരു വളരെ കാതലായ സത്യം അപ്പോസ്തലൻ പഠിപ്പിക്കുവാൻ നോക്കുകയാണ്. ആ വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത്. അപ്പൊ നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിന് മറുപടിയായി ലഭിക്കുന്നതിന് പേര് ദാനമെന്നല്ല, കൃപയെന്നല്ല, കൂലി എന്നാണ്. നിങ്ങളെല്ലാവരും കണ്ടോ ആ വാക്ക്? കൂലി, വേതനം കൊടുക്കുക, അല്ലെ? സാലറി. വേറൊരു വാക്കാണ് പ്രതിഫലം കൊടുക്കുക. പ്രവർത്തിച്ചതിനനുസൃതമായിട്ട് കൊടുക്കുന്ന കൂലി, അല്ലെ? പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയല്ല. ഒരു വ്യക്തി ഒരു ജോലി ചെയ്തിട്ട് നമ്മൾ ആ വ്യക്തിക്ക് ന്യായമായ കൂലി കൊടുക്കുന്നത് അവനോട് കൃപ കാണിക്കുകയല്ല, അത് അവന്റെ അവകാശമാണ്. ഇവിടെ പഴയ മലയാളത്തിൽ കടമത്ര എന്ന് എഴുതി പറഞ്ഞിരിക്കുന്ന ആ മൂലപദത്തിന്റെ അർത്ഥം അവകാശം എന്നാണ്. പുതിയ സമകാലിക വിവർത്തനങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തമായി കടമല്ല. നമ്മൾ ഒരിക്കലും കടം എന്നല്ല പറയുന്നത്. ഒരാൾക്ക് കൊടുക്കാനുള്ള വേതനം നമ്മുടെ കടമല്ല, നമ്മുടെ ബാധ്യതയാണ് അയാൾക്ക് കൊടുക്കാൻ. ആ ഒരു പഴയ അർത്ഥത്തിലാണ് ഇവിടെ കടം ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആ വ്യക്തിക്ക് താൻ ചെയ്ത ജോലിക്കൊത്തവണ്ണമുള്ള വേതനം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അബാധ്യതയാണ് അവിടെ. പക്ഷെ അത് കൃപയല്ല, അത് അർഹമായതാണ് വേതനം, അല്ലെ? ഒരാൾ അധ്വാനിച്ചാൽ അയാൾക്ക് ന്യായമായിട്ട് അർഹമായിട്ട് ലഭിക്കേണ്ട ഒന്നാണ് തൻ്റെ കൂലി, അല്ലെ? അപ്പോ താൻ സമ്പാദിക്കുന്ന, താൻ അർഹമായിട്ട് നേടുന്ന ഒന്നാണ് വേതനം അല്ലെങ്കിൽ കൂലി. മറുവശത്ത് എന്താണ്? കൂലിക്ക് പകരമാണ് കൃപ, അല്ലെ? പ്രവർത്തിക്കാത്തവനെങ്കിലും അവനെ കൊടുക്കുന്നത് കൂലിയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ രക്ഷയെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളാണ്, വളരെ അടിസ്ഥാനപരമായിട്ടുള്ളത്. പ്രവൃത്തിയാലാണെങ്കിൽ അനന്തരഫലമായിട്ട് ലഭിക്കുന്നത് കൂലിയാണ്, കൃപയല്ല. അത് പ്രതിഫലമായിരിക്കാം, വേതനമായിരിക്കാം, കൂലിയായിരിക്കാം, ദാനമല്ല, കൃപയല്ല. എന്നാൽ പ്രവർത്തിക്കാത്തവന് ലഭിക്കുന്നത് കൃപയാണ്, ദാനമാണ്, അല്ലെ? പ്രവർത്തിക്കാത്തവനെങ്കിലും, 5-ാം വാക്യം, അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു, അല്ലെ? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. പ്രവൃത്തിക്ക് പകരം അല്ലെങ്കിൽ കൂലി കൊടുക്കുന്നതിന് പകരം കൃപയുടെ സുവിശേഷം 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? സുവിശേഷം വിശ്വസിക്കുന്നവനോ അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനോ എന്നൊക്കെ പൗലോസിന് പറയാമായിരുന്നു. പക്ഷെ അവിടെ ഒരു പ്രത്യേക പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്, വളരെ കാതലായ ഒരു പ്രയോഗം. ആ പദപ്രയോഗം നമ്മൾ പഠിച്ചാൽ തന്നെ പൗലോസിന്റെ സുവിശേഷം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നേ? അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ. ദൈവത്തിൽ വിശ്വസിക്കുന്നവനോ എന്ന് പറഞ്ഞാൽ മതി. പ്രവൃത്തി ചെയ്യാതെ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ നീതീകരിക്കപ്പെടും എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. പക്ഷെ അവിടെ ദൈവം എന്ന് പറയുന്നതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം എന്താണ്? അഭക്തനെ നീതീകരിക്കുന്നവൻ. ആരെയാണ് ദൈവം നീതീകരിക്കുന്നത്? അഭക്തനെ. സ്വഭാവം കൊണ്ട് അഭക്തനാണ്, സ്വഭാവം കൊണ്ട് നീതിമാൻ അല്ലാത്തവനാണ്. അവനെയാണ് വിശ്വസിക്കുമ്പോൾ ദൈവം നീതിമാനായിട്ട് കണക്കിടുന്നത്. കണ്ടോ? അത് ഇതാണ് നേരത്തെയും പറഞ്ഞത്. അബ്രഹാം സ്വഭാവം കൊണ്ട് നീതിമാനായെന്നല്ല ഉൽപ്പത്തി 15:6 പറഞ്ഞിരിക്കുന്നത്. അത് താണ്ട് അടുത്ത വാക്യത്തിൽ, 5-ാം വാക്യത്തിൽ തന്നെ അപ്പോസ്തലൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ദൈവം നീതീകരിക്കുന്നത് ആരെയാണ്? അഭക്തന്മാരെയാണ്, സ്വമേധ ഒരു നീതിയും പറയാനില്ലാത്തവരെയാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല. ഞാനൊരു 2-3 ദിവസം മര്യാദക്കൊക്കെ നടക്കുമ്പോൾ ദൈവം എനിക്ക് മര്യാദയുടെ സർട്ടിഫിക്കറ്റ് തരും, അത് ഞാൻ നീതീകരിക്കപ്പെടും. ഇന്ന് പലരുടെയും രക്ഷാശാസ്ത്രം അതാണ്, മര്യാദക്കൊക്കെ നടന്നാൽ രക്ഷിക്കപ്പെടുമെന്ന്. അതല്ല, മര്യാദയ്ക്ക് നടന്നല്ല നമ്മൾ രക്ഷിക്കപ്പെടും. നമ്മൾ വിശ്വസിക്കണം, എന്നെ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് കൂലി തരികയല്ല ദൈവം, എന്നോട് കൃപ കാണിക്കുകയാണ്. ദാനമായിട്ടൊരു നീതി എനിക്ക് വിശ്വാസത്തിലൂടെ കടമായിട്ട് ലഭിക്കുകയാണ്. അത് എൻ്റേതല്ല, അത് അവിടെ വേറൊരു വ്യക്തിയിൽ നിന്ന് ഞാൻ പ്രാപിക്കുകയാണ്. കണ്ടോ? അഭക്തനെയാണ് ദൈവം നീതീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം ഒരു വ്യക്തിയെ നീതീകരിക്കുമ്പോൾ ആ വ്യക്തി സ്വഭാവം കൊണ്ട് അഭക്തനായിരിക്കും.
താൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം അവനെ നീതിമാനാണെന്ന് എണ്ണുന്നു. അവന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല, പക്ഷെ അവനും ദൈവവുമായിട്ടുള്ള ഇരിപ്പ് വശത്തിന് മാറ്റമുണ്ട്. ദൈവം അവനെ കാണുന്നത് നീതിമാൻ എന്ന പോലെയാണ്. ദൈവം അവനോട് ഇടപെടുന്നത് ഇനി നീതിമാൻ എന്ന പോലെയാണ്. ദൈവം അവനെ അംഗീകരിക്കുന്നത് നീതിമാനെ അംഗീകരിക്കുന്നത് പോലെയാണ്. അതാണ് നീതീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപ. അത് അർഹമായതല്ല, നമ്മൾ ആയിട്ട് പോലും, നമുക്ക് യോഗ്യതയൊന്നും ഇല്ലായിട്ട് പോലും ദൈവം യേശുക്രിസ്തു മൂലം നമ്മളോട് കൃപ കാണിക്കുകയാണ്, അല്ലെ? അപ്പോ ഇനി അവസാനമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ആ പ്രയോഗം, അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു, അത് പലപ്പോഴും പലർക്കും വായിക്കുമ്പോൾ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ്. വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിടുന്നു എന്ന് പലരും വ്യാഖ്യാനിക്കുന്നത്, അപ്പൊ പിന്നെ വിശ്വാസമാണ് നീതി പ്രവൃത്തി. പഴയ നിയമത്തിൽ ഒരുപാട് സൽപ്രവൃത്തികളൊക്കെ ചെയ്യണമായിരുന്നു, പിന്നെ പുതിയ നിയമത്തിൽ അതെല്ലാം ഒന്ന് വെട്ടി കുറച്ച് തന്നിട്ടുണ്ട്. ഒരൊറ്റ സൽപ്രവൃത്തി മതി, വിശ്വാസം. വിശ്വാസമാണ് ഇനി അടുത്ത പ്രവൃത്തി. നമ്മൾ രക്ഷിക്കപ്പെടുന്നത് ക്രിസ്തു നിമിത്തമല്ല, വിശ്വാസം നിമിത്തമാണ്. വിശ്വാസത്തിലുള്ള വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. അതും പൊട്ടത്തെറ്റാണ് ഈ പറയുന്നത്. വിശ്വാസം നീതിയായി കണക്കിടുന്നു എന്ന് പൗലോസ് പറയുന്നത് നീട്ടിപ്പിടിച്ച് പറയുന്നതിന് വരെ ഒന്ന് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. നീട്ടിപ്പിടിച്ച് പറയുന്നത് പൗലോസ് സാധാരണഗതി പറയുന്നത് എന്താണെന്നുള്ളത് ഫിലിപ്പിയരുടെ ലേഖനത്തിൽ 3-ാം അധ്യായം 9-ാം വാക്യം ശ്രദ്ധിച്ചാൽ നമുക്ക് അവിടെ കാണാം. ഏറ്റവും നീട്ടിപ്പിടിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു വേദവാക്യം അതാണ്. ഫിലിപ്പിയർ 3:9 പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസത്തിലൂടെ ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി. വിശ്വാസമല്ല നമുക്ക് നീതിയാവുന്നത്, വിശ്വാസത്തിലൂടെ നമുക്ക് ദൈവം നൽകുന്ന നീതി നമുക്ക് ലഭിക്കുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞായിരുന്നു, നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ സ്ട്രോ ഇട്ട് വെള്ളം കുടിച്ചാൽ സ്ട്രോ അല്ല നമ്മുടെ ദാഹം മാറ്റുന്നത്, സ്ട്രോയിലൂടെ കുടിക്കുന്ന വെള്ളമാണ്. അപ്പോൾ സ്ട്രോ അതൊരു കുഴൽ, അതൊരു മാധ്യമം മാത്രം. കുപ്പിയിലെ വെള്ളം എൻ്റെ വായിലേക്ക് വരുവാനുള്ള ഒരു മാധ്യമം, ഒരു മുഖാന്തരം മാത്രം. അതുപോലാണ് വിശ്വാസം. ക്രിസ്തുവാണ് എൻ്റെ നീതി. ആ ക്രിസ്തുവാകുന്ന നീതി എന്നിലേക്ക് കടന്നു വരുവാനുള്ള ഒരു മാധ്യമം, ഒരു മുഖാന്തരം മാത്രമാണ് വിശ്വാസം. അതുകൊണ്ട് അപ്പോസ്തലനിവിടെ ചുരുക്കി പറയുമ്പോൾ, വിശ്വാസം നീതിയായി എണ്ണമെന്ന് പറയുമ്പോൾ അത് വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ ഒരു ചുരുക്കം പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഒരു ഷോർട്ട് ഹാൻഡ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. നീട്ടിപ്പിടിച്ച് ഇനിയും തനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് ചുരുക്കി എഴുതിയതേ ഉള്ളൂ. അർത്ഥം മറ്റു വാക്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, വിശ്വാസത്തിന് അങ്ങനെ സ്വമേധ ഒരു നീതിയൊന്നുമില്ല. ഞാൻ വിശ്വസിച്ചത് കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് പറയാൻ പറ്റത്തില്ല. വിശ്വസിച്ചത് ക്രിസ്തുവിലായതുകൊണ്ട് ക്രിസ്തു നിമിത്തം ഞാൻ രക്ഷിക്കപ്പെടുന്നു. അത് റോമർ 5 നമ്മൾ കടന്നു വരുമ്പോഴും, ഒരുവന്റെ അനുസരണം നിമിത്തം അനേകർ നീതീകരിക്കപ്പെടുമെന്നൊക്കെ 5:19 പറയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ അനുസരണമാണ് നമുക്ക് കടമായിട്ട്, ദാനമായിട്ട്, നീതിയായിട്ട് ലഭിക്കുന്നത്. പിന്നെ അത് പ്രാപിച്ചെടുക്കുവാൻ ദൈവമായിട്ട് വ്യവസ്ഥയാക്കി വെച്ചിരിക്കുന്ന മാധ്യമ മുഖാന്തരം വിശ്വാസമാകുന്നു. അല്ലാതെ വിശ്വാസമല്ല നമ്മുടെ നീതി പ്രവൃത്തി. ശരി, നമുക്ക് മുന്നോട്ട് നീങ്ങാം. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഈ നീതീകരണത്തെക്കുറിച്ച് ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത പഴയ നിയമ വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് വീണ്ടും തെളിയിക്കുകയാണ്, പഴയ നിയമത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്താലുള്ള നീതീകരണം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? 6-ാം വാക്യം, ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം, നീതീകരിക്കപ്പെടുന്ന വ്യക്തിയുടെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് 32-ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങളാണ്. ഓരോ വാക്യങ്ങളായിട്ട് എടുത്തു നോക്കാതെ ഒരുമിച്ച് 7-ഉം 8-ഉം ഞാൻ അങ്ങ് വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ, അല്ലെ? ഇവിടെ പ്രത്യേകിച്ച് 8-ാം വാക്യമാണ്, കർത്താവ് പാപം കണക്കിടാത്ത. നമ്മുടെ ആ വാക്ക് ദാണ്ട് വീണ്ടും വന്നിരിക്കുന്നു, കണക്കിടാത്ത, അല്ലെ? അപ്പോ 3-ാം വാക്യം അല്ലെങ്കിൽ 6-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, നീതി കണക്കിടുന്നു. എന്നാൽ 8-ാം വാക്യത്തിൽ പറയുന്നു പാപം കണക്കിടുന്നില്ലെന്ന്. രണ്ടും കണ്ടോ? രണ്ടും ഒരേ വാക്കാണ്. നീതി കണക്കിടുന്നു, പാപം കണക്കിടുന്നില്ല, അല്ലെ? ഇത് യവന ഭാഷയിൽ ഒരേ വാക്കാണ്. ഒരിടത്ത് കണക്കിടുന്നു, ഒരിടത്ത് കണക്കിടുന്നില്ല. മലയാളത്തിലും കണ്ടില്ലേ, കണക്ക് കൂട്ടുക അല്ലെ കണക്കിടുക എന്നുള്ള വാക്ക് തന്നെ ഒരിടത്ത് കണക്കിടുന്നു, കണക്കിടാതിരിക്കുന്നു. ഇത് വളരെ കാതലായ ഒരു പദമാണെന്ന് ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നീതീകരണത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതുപോലെ കാതലായ വേറൊരു പദമില്ല. ഈ പദം മനസ്സിലാക്കിയാലേ പുതിയ നിയമത്തിലെ നീതീകരണത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. എന്താണ് പുതിയ നിയമത്തിൽ നീതീകരണത്തെക്കുറിച്ചുള്ള ഉപദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കണക്കിടുക അല്ലെ കണക്കിടാതിരിക്കുക എന്നുള്ള ഈ വാക്ക് നമ്മൾ പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഇംഗ്ലീഷിൽ ഇതിനെ ഇമ്പ്യൂട്ടേഷൻ എന്ന് പറയും. വളരെ കാതലായ ഒന്നാണ്. ഒരുപാട് വിശ്വാസികൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല, വിശ്വസിക്കുന്നുമില്ല. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയുകയും വേണ്ട. ഇത് വളരെ കാതലായ ഒരു പദമാണ്. ഉദാഹരണമായിട്ട് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ വേദഭാഗം നമ്മൾ ആ കൂടെ 12 വാക്യങ്ങളെ നമ്മൾ നോക്കുന്നുള്ളൂ. ഈ 12 വാക്യങ്ങളിൽ പൗലോസ് 8 പ്രാവശ്യം ഈ യവനപദം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 7ഉം നമ്മുടെ രക്ഷയുടെ ഉപദേശമാണ്.
നമ്മൾ എങ്ങനെ രക്ഷിക്കപ്പെടുന്നു എന്ന് താൻ വ്യക്തമാക്കുമ്പോൾ ഉപയോഗിച്ചിരിക്കുകയാണ് 7 പ്രാവശ്യം, 12 വാക്യങ്ങളിൽ 7 പ്രാവശ്യം. കണക്കിടുക, ലൊഗിത്സമായ എന്ന് യവന ഭാഷയിൽ പറയും. ഇതൊരു ഈ അക്കൗണ്ടന്റ്മാരുടെ കണക്കുപിള്ള ഭാഷയാണ്, അല്ലെ? കണക്കുപിള്ളകളെ നമുക്കറിയാലോ, അക്കൗണ്ടന്റ്മാർ. അവരൊരു രജിസ്റ്റർ എടുക്കും, ബുക്ക് കീപ്പിംഗ് എന്ന് പറയും. ബികോം ഒക്കെ പഠിച്ചവർക്കറിയാം, അല്ലെ? ഒരു വരിയിൽ കൊടുക്കാനുള്ള പണം, പിന്നെ ഒരു വരിയിൽ കിട്ടിയ പണം, അല്ലെ? ഞാൻ ബികോം പഠിച്ചിട്ടുമില്ല, എനിക്ക് കോമേഴ്സ് അറിഞ്ഞും കൂടാ, പക്ഷേ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അല്ലെ? എന്തോ ലയബിലിറ്റീസ് ആൻഡ് പ്രോഫിറ്റോ അങ്ങനെ എന്തോ ആണ് അതിന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ കണക്ക് കൂട്ടുന്നതും പിന്നെ കൊടുക്കുന്നതും, കണക്ക് കൂട്ടാത്തതും. ലൊകിത്സമായി കണക്ക് കൂട്ടുക, ഇത് കണക്കുപിള്ള ഭാഷയാണ്. ഇതാണ് പൗലോസ് നീതീകരണം പഠിപ്പിക്കുവാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ വേദഭാഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അത് പൗലോസ് മാത്രമല്ല, ഇതിൽ രണ്ട് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിൽ നിന്ന് കടന്നു വന്നത്. ഉൽപ്പത്തി 15:6 ഈ 32 സങ്കീർത്തനത്തിന്റെ 2 വാക്യത്തിലും ഈ പദം പഴയ നിയമത്തിലേ ഉള്ളതാണ്. അതിനെ പൗലോസ് ഇവിടെ ഉദ്ധരിക്കുകയാണ്. അപ്പോ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. 3 വാക്യത്തിൽ നമ്മൾ കണ്ടു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. 6 വാക്യത്തിലും നമ്മൾ അത് തന്നെയാണ് കണ്ടത്. ദൈവം പ്രവൃത്തി കൂടാതെ ഒരു നീതി കണക്കിടുന്നു. മനുഷ്യന്റെ ഭാഗ്യം, അല്ലെ? കണക്കിടുന്ന മനുഷ്യൻ. അപ്പൊ നീതി കണക്കിടുന്നു. എന്നാൽ 8 വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് പാപം കണക്കിടുന്നില്ല. ഈ 2 സത്യങ്ങളും മനസ്സിലാക്കിയാൽ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയുടെ പൂർണ്ണ ചിത്രം നിങ്ങൾ മനസ്സിലാക്കും. എന്താണ് പാപം കണക്കിടാതിരിക്കുക എന്ന് പറഞ്ഞാൽ? അതാണ് പാപക്ഷമ. നമ്മളെല്ലാം പറയുമല്ലോ, ദൈവം പാപം ക്ഷമിക്കുന്നവന്. എന്താ ഈ പാപം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ? പാപം കണക്കിടുന്നില്ല, നമ്മുടെ മേൽ അതിന്റെ ബാധ്യത നീങ്ങിപ്പോയി. അതാണ് പാപക്ഷമ. എന്നാൽ പാപക്ഷമ മാത്രമല്ല രക്ഷ, നീതി കണക്കിടുകയും കൂടെ ചെയ്യുന്നു. അപ്പൊ പാപക്ഷമയും നീതീകരണവും കൂടെ ചേരുമ്പോൾ രക്ഷയുടെ പൂർണ്ണ ചിത്രമായി. ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. പല മലയാളി വിശ്വാസികൾക്കും ഈ പൂർണ്ണ ചിത്രം അറിഞ്ഞൂടെ. അവർക്ക് പാപക്ഷമ മാത്രമേ സുവിശേഷമാണെന്ന് അറിയാവുള്ളൂ. പാപക്ഷമ മാത്രമല്ല, പാപം കണക്കിടാതിരിക്കുന്നതിനോടൊപ്പം തന്നെ നീതി കണക്കിടുന്നും കൂടെ ഉണ്ട്. പാപക്ഷമയും നീതീകരണവും രണ്ടും കൂടെ ചേരുമ്പോൾ രക്ഷയുടെ പൂർണ്ണ ചിത്രമായി. ഇത് രണ്ടും യേശുക്രിസ്തു നിമിത്തമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവം ന്യായമായിട്ടും നമ്മൾ ചെയ്ത പാപം നമുക്ക് കണക്കിടാത്ത, അതിന്റെ ശിക്ഷയൊന്നും തരാത്തത്? നമുക്ക് എന്തുകൊണ്ടാണ് പാപം ക്ഷമിച്ചു കിട്ടുന്നത്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പ്രായശ്ചിത്തമായിട്ട് ദൈവം നമ്മൾ വിശ്വസിക്കുമ്പോൾ അങ്ങ് എണ്ണും, അല്ലെ? ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ ക്രൂശ് മരണം എന്റെ പ്രായശ്ചിത്തമാവും. എന്റെ ശിക്ഷാവിധിയാണ് അവൻ പകരക്കാരനായിട്ട് കൊടുത്തു തീർത്തത്. അതുകൊണ്ട് തന്നെ ആ പാപം പിന്നെ എന്റെ മേൽ കണക്ക് കൂട്ടത്തില്ല ദൈവം. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, KSEBയുടെ ബില്ല് വന്നിട്ട് നിങ്ങൾ 3 മാസം അടയ്ക്കാതിരിക്കുകയാണെന്ന് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു. അത് കൊടുത്തില്ലെങ്കിൽ പിഴയുണ്ട്. അതാണ് ഈ പ്രായശ്ചിത്തം എന്നൊക്കെ പറയുന്ന വാക്കിന്റെ മൂലാർത്ഥം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ബില്ലൊക്കെ വന്നിരിക്കുകയാണ്, നിങ്ങൾ അടയ്ക്കുന്നില്ല. ഞാൻ ഒരു ദിവസം വന്നിട്ട് നിങ്ങളുടെ ബില്ല് എടുത്തുകൊണ്ട് പോയി അടച്ചു. KSEBക്കാർ കുറ്റം പറയുമോ? അല്ലല്ലോ, വീട്ടുകാർ തന്നെ അടക്കണമെന്ന് വല്ലതും പറയുമോ? ആ ബില്ല് അടച്ചു കിട്ടണമെന്നേ ഉള്ളൂ. അവർക്ക് ബാധ്യത പോയി. ഞാൻ അടച്ചാലും വേറൊരു വ്യക്തി അടച്ചാലും നിങ്ങൾ KSEB പോകുമ്പോൾ അവർ പറയും, അങ്ങനെ ബില്ല് അടയ്ക്കാത്ത ഒരു പിഴയും ഇനി നിങ്ങളുടെ തലയിലില്ല, കണക്കിടുന്നില്ല. കാരണം എന്താ? കൊടുത്തു തീർത്തു പകരക്കാരൻ, അല്ലേ? അപ്പോ നമുക്ക് ദൈവത്തോടുണ്ടായിരുന്ന ബാധ്യത എന്തായിരുന്നു? പാപം ചെയ്തിട്ട് അതിന്റെ ശമ്പളമായ മരണം, അത് സഹിക്കേണ്ട ബാധ്യത നമ്മുടെ തലയിലുണ്ടായിരുന്നു. പക്ഷെ ദൈവം എന്ത് ചെയ്തു? പകരക്കാരൻ നമുക്ക് വേണ്ടി ആ ദൈവക്രോധത്തിന്റെ കീഴിലുള്ള മരണം സഹിച്ചപ്പോൾ തീർന്നു, ബാധ്യത തീർന്നു. അതിനി ഞാൻ വഹിക്കേണ്ട ആവശ്യമില്ല, എഴുതി കളഞ്ഞു. പാപം കണക്കിടുന്നില്ല. എന്തുകൊണ്ട്? യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം എന്റെ പ്രായശ്ചിത്തമായതുകൊണ്ട്, അല്ലെ? എന്നാൽ പലരുടെയും വിചാരം ഇതോടെ തീർന്നു, ഇതാണ് സുവിശേഷം. അവിടെ സുവിശേഷം തീരുന്നില്ല. ഇപ്പോ വേറൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ആഴ്ച ഞാനത് പറഞ്ഞായിരുന്നു, കുറച്ചുകൂടെ വിപുലമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരു പരീക്ഷ എഴുതാൻ പോയെന്ന് വെക്കുക, 10 ചോദ്യം നേരത്തെ പിടിച്ച് 10 ചോദ്യത്തിനും എഴുതി, എല്ലാം തെറ്റുത്തരം. മാർക്ക് വന്നപ്പോൾ 100-ല് 0, എല്ലാ മാർക്കും തെറ്റ്. അപ്പൊ ദൈവം പരമാധികാരി ആ പേപ്പർ ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ എഴുതിയ ആ 10 ചോദ്യങ്ങളും അങ്ങ് മായ്ച്ചു കളഞ്ഞു. നമ്മളൊന്നും എഴുതിയിട്ടില്ല. നമ്മൾ തോറ്റോ? പരീക്ഷയ്ക്ക് തോറ്റില്ല. എന്നാൽ ജയിച്ചോ? ജയിച്ചിട്ടുമില്ല. നമുക്കൊരു എല്ലാം മായ്ച്ചു തേച്ച് കിട്ടി. പഴയതിന്റെ ഒരു റെക്കോർഡും ഇല്ല. ഇനി പഴയ തെറ്റായ ഉത്തരവൊന്നും എഴുതിയതില്ല, എല്ലാം മായ്ച്ചു കളഞ്ഞു. പാപക്ഷമ മാത്രമാണ് രക്ഷയെങ്കിൽ അത്രയേ ഉള്ളൂ. നിങ്ങൾ എഴുതിയ തെറ്റായ ഉത്തരവൊക്കെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. അനന്തരഫലമായിട്ടുള്ള വട്ടപൂജ്യം നിങ്ങൾക്കില്ല. പക്ഷെ നിങ്ങൾ ജയിച്ചോ? നിങ്ങൾ ജയിച്ചില്ല. അതാണ് പാപക്ഷമ മാത്രം പറഞ്ഞാൽ അത് അപൂർണമായി പോകും. നമുക്ക് കർത്താവ് ചെയ്തു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എഴുതിയ 10 തെറ്റായ ഉത്തരവും മായ്ച്ചു കളയുന്നു. അത് നിങ്ങൾക്ക് കണക്കിടുന്നില്ല, നിങ്ങൾക്ക് വട്ടപൂജ്യം അല്ല നിങ്ങളുടെ മാർക്ക്, പാപക്ഷമ ലഭിച്ചു. ഇനി
നീതീകരണം എന്താണ്? യേശുക്രിസ്തുവിന്റെ 10 ശരിയായ ഉത്തരം കൂടെ നമ്മുടെ പേപ്പറിൽ അങ്ങോട്ട് എഴുതിയിട്ട് യേശുക്രിസ്തുവിന് കിട്ടിയ 100-ൽ 100 നമ്മുടെയും പേപ്പറിൽ എഴുതി തരും. 100-ൽ 100. നിങ്ങൾ ജയിച്ചോ? ജയിച്ചു. പരീക്ഷ തോറ്റില്ല എന്ന് മാത്രമല്ല നമ്മുടെ സുവാർത്ത, പരീക്ഷ ജയിച്ചു. പാപത്തിന്റെ ശമ്പളമായ ശിക്ഷാവിധി നീങ്ങിയെന്ന് മാത്രമല്ല സുവിശേഷം, പരിപൂർണ നീതി യേശുക്രിസ്തുവിലൂടെ ദാനമായി ലഭിച്ച് ദൈവസന്നിധിയിൽ നീതിമാനാണെന്നുള്ള പേര് കടമായിട്ട് ദാനമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. കണ്ടോ? പാപക്ഷമയും നീതീകരണവും കൂടെ ചേർന്നാലേ പരിപൂർണമായിട്ടുള്ള സുവിശേഷം സത്യമാവുകയുള്ളൂ. ഇന്ന് പല മലയാളി സഭകളിലും പാപക്ഷമ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീതീകരണം പഠിപ്പിക്കാറില്ല. എന്താണെന്ന് പോലും പ്രസംഗിക്കുന്നവർക്ക് പോലും പലപ്പോഴും അറിഞ്ഞുകൂടാ. ഞാൻ ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് എനിക്കറിയാവുന്നത്. എന്താ ബ്രദറെ നീതീകരണം? എന്താ പാസ്റ്ററെ നീതീകരണം? അറിഞ്ഞൂടാ ഉത്തരം. അതുകൊണ്ട് തന്നെ അവരുടെ സുവിശേഷത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നീതീകരണം ഇല്ല. ഈ പറഞ്ഞ പോലെ പേപ്പറൊക്കെ മായ്ച്ചു കിട്ടി, ജയിച്ചോ ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഇനി ഞാനായിട്ട് ഓരോ ഉത്തരങ്ങൾ എഴുതണം. അതുകൊണ്ടാണ് പലരും പറയുന്നത് രക്ഷിക്കപ്പെട്ടത് കൃപയാൽ, ഇനി മര്യാദക്കൊക്കെ നടന്നോണം. ഞാൻ ചില വീടുകളിലൊക്കെ പോകുമ്പോൾ കേട്ടിട്ടുണ്ട്, സ്നാനപ്പെട്ടു ഇനി പാപം ചെയ്തു, കാരണം ഇനിയുള്ള പാപം ദൈവം പൊറുക്കത്തില്ല. സ്നാനപ്പെട്ട് കഴിഞ്ഞ് പാപമൊന്നും ദൈവം പൊറുക്കത്തില്ലെന്ന് വചനത്തിൽ എവിടെ പറഞ്ഞിരിക്കുന്നത്? അല്ലെ? അതായത് ഗലാത്യ സഭയ്ക്ക് സംഭവിച്ച പോലെ ആദ്യം ദൈവം എല്ലാം മാറ്റി തന്നു, ഇനി മര്യാദയ്ക്ക് കിടന്നോണം, ഇനി പ്രവൃത്തിയാലാണ് രക്ഷ. അത് പൊട്ട സുവിശേഷം, അതല്ല ശരിക്കുള്ള സുവിശേഷം. സുവിശേഷത്തിൽ പാപക്ഷമയും നീതീകരണവും ഉണ്ട്. നമ്മൾ ചെയ്തു വെച്ച എല്ലാ പാപത്തിന്റെ അനന്തരഫലവും നീങ്ങിപ്പോയി നമ്മൾ ചെയ്യാത്ത നീതി പ്രവർത്തികൾക്കുള്ള ദൈവത്തിന്റെ പ്രസാദം കടമായിട്ട് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ പ്രവൃത്തി ചെയ്തൊന്നും ദൈവത്തിന്റെ പ്രസാദം നേടിയെടുത്ത് ദൈവം എന്നെ ഒരു മകനോ മകളോ ആയിട്ട് അംഗീകരിക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യം. നമ്മൾ വിശുദ്ധി പാലിക്കാറുണ്ട്, നമ്മൾ അനുസരിക്കാറുണ്ട്. അതിന് ഉദ്ദേശം വേറെയാണ്. രക്ഷ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല, നീതീകരണം പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും പ്രവർത്തിക്കാറില്ല. പക്ഷേ പാപക്ഷമ മാത്രമാണ് നിങ്ങളുടെ സുവിശേഷമെങ്കിൽ നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങും. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഇനി പ്രവർത്തി അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് സുവിശേഷം. ഈ വേദവാക്യത്തിൽ ഇത് രണ്ടുമുണ്ട്. നീതി കണക്കിടുന്നു, പാപം കണക്കിടാതിരിക്കുന്നു. അപ്പൊ ആ കണക്കിടുക എന്നുള്ള വാക്ക് നമ്മുടെ രക്ഷാശാസ്ത്രത്തിൽ, നമുക്ക് രക്ഷയെക്കുറിച്ചുള്ള വചനപരമായുള്ള പരിജ്ഞാനത്തിൽ എത്ര കാതലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. കണക്കിടുക, പാപം കണക്കിടുന്നില്ല യേശുക്രിസ്തുവിന്റെ രക്തം മൂലം. നീതി യേശുക്രിസ്തുവിലൂടെ നമുക്ക് കണക്കിടുന്നു. അതാണ് രക്ഷയുടെ പൂർണ്ണ ചിത്രം. ഇനി 9-ാം വാക്യം മുതൽ ഈ നീതീകരണത്തിന് ഒരു പ്രവൃത്തിയുമായിട്ട് ബന്ധമില്ല എന്ന് തെളിയിക്കുവാൻ, പ്രത്യേകിച്ച് യഹൂദന്മാർക്ക് മനസ്സിലാകുവാൻ വേണ്ടി നീതീകരണവും പരിച്ഛേദനയും എന്നുള്ള ഒരു വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. അബ്രഹാം ഇനി നീതീകരിക്കപ്പെട്ടതിന് അബ്രഹാം പരിച്ഛേദന പ്രാപിച്ചത് കൊണ്ട് വല്ലതും ആണോ എന്നൊരു ചോദ്യം വന്ന ആർക്കെങ്കിലും ഈ നീതീകരണത്തിന് പ്രവൃത്തികളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊരു സംശയം വരാതിരിക്കാൻ, ആ സംശയത്തെ ഉന്മൂലനാശനം ചെയ്യുവാൻ വേണ്ടി, എന്നാ പിന്നെ അതും ചോദിച്ചു കളയാം അല്ലേ? ഈ ദാവീദ് വർണ്ണിച്ചിരിക്കുന്ന ഭാഗ്യം പരിച്ഛേദനയ്ക്കോ അതോ അഗ്രചർമ്മത്തിനും കൂടെയോ? ദാവീദും യഹൂദനാണ്, സങ്കീർത്തനവും യഹൂദന്മാരുടെ പാട്ടാണ്. ഇനി യഹൂദന്മാർക്കെല്ലാം പരിച്ഛേദന ഏറ്റതുകൊണ്ട് അവരങ്ങനെയൊക്കെ എഴുതി വെച്ചതാണോ എന്നൊക്കെ സംശയം വരാതിരിക്കാൻ വേണ്ടി പഴയ നിയമത്തിൽ നിന്ന് തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റും, അബ്രഹാം വിശ്വസിച്ചപ്പോൾ നീതീകരണം പ്രാപിച്ചത് തന്റെ പരിച്ഛേദനയുമായിട്ട് ഒരു ബന്ധവുമില്ല. അതിന് 9-ാം വാക്യത്തിൽ 10-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ഒരു ചോദ്യം ചോദിക്കുന്നത്, എപ്പോഴാണ് ഇങ്ങനെ കണക്കിട്ടത്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അപ്പോൾ അത് നീതിയായി കണക്കിട്ടു. എപ്പോൾ? അതായത് താൻ പരിച്ഛേദന ഏറ്റപ്പോഴാണോ അതോ താൻ പരിച്ഛേദന ഏക്കുന്നതിന് മുമ്പ് അഗ്രചർമ്മത്തിലായിരുന്നപ്പോഴാണോ? അത് നമുക്ക് പഴയ നിയമത്തിൽ പോയി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലെ? ഉൽപ്പത്തി 15:6 നമ്മൾ വായിക്കുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. എന്നാൽ എപ്പോഴാണ് അബ്രഹാം പരിച്ഛേദന ഏറ്റത്? അത് പിന്നീടാണ്, ഉൽപ്പത്തി 17-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അബ്രഹാമിന് 99 വയസ്സുണ്ടായിരുന്നു. ഉൽപ്പത്തി 15-ൽ തന്റെ പ്രായം എത്രയാണെന്ന് വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. 16-ാം അധ്യായത്തിൽ നമുക്കറിയാം താൻ ഹാഗാറിനെ വിവാഹം കഴിക്കുമ്പോൾ തനിക്ക് 86 വയസ്സുണ്ടായിരുന്നു അല്ലെ? അപ്പോൾ ഏതാണ്ടൊരു 85 വയസ്സോളം കാണണം 15-ാം അധ്യായത്തിൽ എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. 12-ാം അധ്യായത്തിൽ തനിക്ക് 75 വയസ്സുണ്ടായിരുന്നു. 15 വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 85, പിന്നെ 86-ലാണ് 16-ാം അധ്യായം. 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് തനിക്ക് 99 വയസ്സ്. അപ്പോ കുറഞ്ഞ പക്ഷം ഒരു 14 വർഷത്തിന് ശേഷമാണ് താൻ പരിച്ഛേദന ഏൽക്കുന്നത്. നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞ് 14 വർഷം കഴിഞ്ഞിട്ടാണ് പരിച്ഛേദന അല്ലെ? അതുകൊണ്ടാണ് താൻ പൗലോസ് 10-ാം വാക്യത്തിൽ പറയുന്നത് പരിച്ഛേദനയിലല്ല അഗ്രചർമ്മത്തിലത്രേ.
ഈ അബ്രഹാം പരിച്ഛേദന ഏൽക്കുന്നതിന് മുൻപാണ് ദൈവത്തിൽ വിശ്വസിച്ചതും നീതീകരണം പ്രാപിച്ചതും. അതുകൊണ്ട് തന്നെ പരിച്ഛേദന നിമിത്തമാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. പിന്നെ എന്താണ് ഈ പരിച്ഛേദന? 11-ാം വാക്യം, അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം തനിക്ക് ലഭിച്ചു. അപ്പൊ ആദ്യം താൻ വിശ്വസിച്ച് നീതി പ്രാപിച്ചു. ആ വിശ്വാസത്താൽ തനിക്ക് കിട്ടിയ നീതീകരണത്തിന്റെ ഒരു ചിഹ്നം, ഒരു അടയാളമാണ് താൻ പിന്നീട് ഏറ്റ ഈ മുദ്ര, എന്ത്? പരിച്ഛേദന, അല്ലെ? അല്ലാതെ ആദ്യം പരിച്ഛേദന ഏറ്റിട്ട് പരിച്ഛേദന നിമിത്തമല്ല തനിക്ക് വിശ്വാസത്താൽ നീതീകരണം ലഭിച്ചത്. വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചിട്ട് അതിനെ ഒരു അടയാള സൂചകമായിട്ട് താൻ പരിച്ഛേദന ഏറ്റു എന്നാണ്. ഇനി പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഇങ്ങനെ സംഭവിച്ചത്, അബ്രഹാം ആദ്യം വിശ്വസിച്ചിട്ട് പിന്നെ പരിച്ഛേദന ഏറ്റത്, അപ്പോസ്തലൻ പറയുകയാണ്, ഇത് സകലർക്കും താൻ ഒരു പിതാവായിരിക്കേണ്ടതിനാണ്, ഒരു മാതൃകാ വിശ്വാസിയായിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചതെന്നാണ്. അത് പെട്ടെന്ന് 11ഉം 12ഉം വായിച്ചാൽ മലയാളം ബൈബിളിൽ മനസ്സിലാവണമെന്നില്ല. ഇച്ചിരി കടികട്ടിയാണ്. എന്നാലും പതുക്കെ വായിച്ചാൽ, ധ്യാനിച്ചാൽ ആർക്കും മനസ്സിലാവാവുന്ന ഒരു വേദഭാഗമാണ്. വളരെ സരളമായിട്ട് ഞാൻ പറയാം. അബ്രഹാം അഗ്രചർമ്മത്തിൽ ഇരുന്നുകൊണ്ട് വിശ്വസിച്ച് നീതി പ്രാപിച്ചു. അതുകൊണ്ട് സകല അഗ്രചർമ്മികൾക്കും, നമ്മളെ പോലെ യഹൂദന്മാരല്ലാത്ത, പരിച്ഛേദന ഏറ്റിട്ടില്ലാത്ത എല്ലാവർക്കും മാതൃകയാണ്. നിങ്ങൾ ആദ്യം വിശ്വസിച്ച് നീതീകരണം പ്രാപിക്കണം, അല്ലെ? വിശ്വാസത്താലാണ് നീതീകരണം. അപ്പൊ അഗ്രചർമ്മത്തിൽ ഇരുന്ന് വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച അബ്രഹാം നമുക്കൊക്കെ ഒരു മാതൃകയാണ്. എന്നാൽ പരിച്ഛേദനയേറ്റ യഹൂദനും അബ്രഹാം ഒരു മാതൃകയാണ്. കാരണം എന്താണ്? അബ്രഹാം പരിച്ഛേദന ഏറ്റെങ്കിലും വിശ്വാസത്താലാണ് നീതീകരിച്ചത്. അതുകൊണ്ട് പരിച്ഛേദനയേറ്റ നിങ്ങളും, പരിച്ഛേദനയേറ്റ മാത്രം പോരാ, വിശ്വസിച്ചാലേ നീതീകരണം പ്രാപിക്കൂ. അതുകൊണ്ടാണ് 12-ാം വാക്യത്തിൽ പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെയും അനുഗമിക്കുന്നവർക്ക്, പരിച്ഛേദനക്കാരായവർക്ക് പിതാവായിരിക്കേണ്ടതിന്. അപ്പോൾ അബ്രഹാമിന്റെ പരിച്ഛേദന മാത്രമല്ല, അബ്രഹാമിന്റെ വിശ്വാസവും കൂടെയുള്ള യഹൂദന് അബ്രഹാമിനെ പോലെ നീതീകരണം ലഭിക്കും. അപ്പോ അഗ്രചർമ്മിയായാലും പരിച്ഛേദനക്കാരനായാലും, അതായത് യഹൂദനായാലും യഹൂദനല്ലാത്തവനായാലും, സകലർക്കും അബ്രഹാം ഒരു മാതൃകയാണ്, ഒരു ദൃഷ്ടാന്തമാണ്. അതുകൊണ്ടാണ് അബ്രഹാമിനെ എടുത്തിട്ട് പഴയ നിയമത്തിന്റെ മൊത്തം ഉപദേശം വ്യക്തമാക്കാൻ പൗലോസ് മുതിരുന്നത്. അബ്രഹാമിൽ തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയ നിയമം മൊത്തം തെളിയിച്ചു കഴിഞ്ഞു. പഴയ നിയമമായാലും പുതിയ നിയമമായാലും യഹൂദനായാലും യവനനായാലും സകലർക്കും മാതൃകാ വിശ്വാസി, ആദ്യ വിശ്വാസി, പൂർവ്വ വിശ്വാസി അബ്രഹാമാണ്. അപ്പൊ അബ്രഹാമിന്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. പിന്നെ ഈ ബാക്കിയാരുടെ ജീവിതത്തിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അല്ലെ? അപ്പൊ നിങ്ങളൊരു യഹൂദനായാലും ജാതീയനായാലും അബ്രഹാമിന്റെ നീതീകരണം നൽകുന്നത് ഒരേ സന്ദേശമാണ്. എന്താണത്? വിശ്വാസത്താൽ മാത്രമേ ദൈവം മുൻപാകെ നമുക്ക് നീതീകരിക്കപ്പെടുവാൻ കഴിയൂ. അതാണ് ഇന്നത്തെ നമ്മൾ പഠിച്ച സത്യം. വളരെ വേഗത്തിൽ ഇവിടെ അടങ്ങിയിരിക്കുന്ന 5 ഉപദേശ സത്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ഒന്നാമതായിട്ട് ഇവിടെ തെളിയിച്ചു കഴിഞ്ഞ വിഷയം എന്താണ്? തിരുവെഴുത്തുകളിൽ പഴയ നിയമമായാലും പുതിയ നിയമമായാലും ഉടനീളം പഠിപ്പിച്ചിരിക്കുന്നത് ഒരേ ഉപദേശമാണ്, ഒരേ സുവിശേഷമാണ്. വിശ്വാസത്താലാണ് നീതീകരണം. അല്ലാതെ പഴയ നിയമത്തിൽ പ്രവൃത്തിയാലും പുതിയ നിയമത്തിൽ വിശ്വാസത്താലും എന്നൊക്കെ പ്രസംഗിക്കുന്നവർ വരെ കേരളത്തിലുണ്ട്. അത് തെറ്റാണ്. പഴയ നിയമത്തിൽ നീതീകരണം പ്രവൃത്തിയാലാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. പുതിയ നിയമത്തിൽ വിശ്വാസത്താലുള്ളത് ഒരു പുതിയ പഠിപ്പീരുമല്ല. പഴയ നിയമത്തിന്റെയും യഥാർത്ഥ ഉപദേശം വിശ്വാസത്താലാണ്. പഴയ നിയമത്തിൽ അവർ മോശയുടെ ഉടമ്പടിയൊക്കെ എടുത്ത് പിന്നെ നിയമവാദത്തിന്റെ പുറകെ പോയെന്നൊക്കെ ഉള്ളത് സത്യമാണേലും പഴയ നിയമത്തിന്റെ തനതായ ഉപദേശം വിശ്വാസത്താലാണ് നീതീകരണം. അത് അബ്രഹാമിൽ വ്യക്തമാണ്. അതുകൊണ്ട് 2 സുവിശേഷമൊന്നുമില്ല. പഴയ നിയമത്തിൽ വേറെ ഏതോ പദ്ധതിയിലൂടെയാണ് ആളുകൾ രക്ഷിക്കപ്പെടുന്നത്, യഹൂദനായതുകൊണ്ട് രക്ഷിക്കപ്പെടും, ഇതൊക്കെ ലോകത്ത് പഠിപ്പിക്കുന്ന പല ഉപദേശങ്ങളാണ്. അതെല്ലാം തെറ്റാണ്. ഒരേ ഒരു രക്ഷിക്കപ്പെടുവാനുള്ള മാർഗമേ ഉള്ളൂ, വിശ്വാസത്താലുള്ള നീതീകരണം, അല്ലെ? രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു, കൂലി കൊടുക്കുന്നതും കൃപ കൊടുക്കുന്നതും ചേർന്നു പോകുന്നതല്ല, അല്ലെ? അത് 2 പദ്ധതികളായിട്ട് താരതമ്യം ചെയ്താണ് അപ്പോസ്തലൻ പറയുന്നത്. കൂലി കൊടുക്കുന്ന ആർക്കാണ്? പ്രവൃത്തി ചെയ്യുന്നവന്. പ്രവൃത്തി ചെയ്യാത്തവനാണ് കൃപ കൊടുക്കുന്നത്. അപ്പോ ഉപദേശ സത്യം ശ്രദ്ധിക്കുക. കൂലിയും കൃപയും 2 തികച്ചും വ്യത്യസ്തവും പൊരുത്തമില്ലാത്തതുമായ രീതികളായതിനാൽ പ്രവൃത്തിയും വിശ്വാസവും 2ഉം സംയോജിപ്പിച്ച് നമ്മുടെ നീതീകരണത്തിന്റെ അടിസ്ഥാനമാക്കാൻ കഴിയുകയില്ല. കൂലിയും കൃപയും ചേർന്ന് പോകാത്തത് കൊണ്ട് തന്നെ പ്രവൃത്തിയും വിശ്വാസവും എല്ലാം കൂടെ ചേർത്ത് കൂട്ടിക്കലർത്തി നമുക്ക് 2ഉം കൂടെ ഒക്കെ ചേർന്ന നീതീകരണം എന്ന് പറയാൻ പറ്റത്തില്ല. കൂലിയും കൃപയും ചേർന്ന് പോകത്തില്ല. ഒരു വ്യക്തിക്ക് നമ്മൾ ദാനമായി കൊടുക്കുന്നതും ഒരു വ്യക്തിക്ക് അവന്റെ വേതനം കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ചേർന്ന് പോകത്തില്ല എന്ന് പറയുന്നത് പോലെ, ഏതെങ്കിലും ഒന്നാണെങ്കിൽ മറ്റേതല്ല എന്ന് പറയുന്നത് പോലെ, പ്രവൃത്തിയാലാണെങ്കിൽ വിശ്വാസത്താലല്ല, വിശ്വാസത്താലാണെങ്കിൽ പ്രവൃത്തിയാലല്ല, ചേർന്ന് പോകത്തില്ല, അല്ലെ? നിങ്ങൾക്ക് ഈ പൈസ ദാനമായി കിട്ടിയതാണോ? നിങ്ങൾ സ്വമേധ അധ്വാനിച്ചുണ്ടാക്കിയതാണോ? അത് അധ്വാനിച്ച് ദാനമായിട്ട് നേടിയാണെന്ന് ആരെങ്കിലും പറയൂ? അല്ല, ഒന്നെങ്കിൽ ദാനമായി ലഭിച്ചത്, അല്ലെങ്കിൽ അധ്വാനിച്ച് നേടിയത്. അത് ചേർന്ന് പോകാത്ത കൂട്ടരാണ്.
അതുപോലെ പ്രവൃത്തിയും വിശ്വാസവും കൂട്ടിക്കലർത്താൻ നമുക്ക് പറ്റുകയില്ല. രക്ഷ പ്രവൃത്തികളുടെ ഫലമാണെങ്കിൽ അത് കൃപയാലല്ല, കൃപയുടെ ഫലമാണെങ്കിൽ അത് പ്രവൃത്തികളുടെ ഫലവും. അത് നമ്മൾ മനസ്സിലാക്കണം. വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഉപദേശ തത്വമാണ്. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു, ദൈവം ആരെയാണ് നീതീകരിക്കുന്നത്? അഭക്തനെയാണ് നീതീകരിക്കുന്നത്. അതായത് ക്രിസ്തുവിലുള്ള നീതീകരണം നമ്മുടെ സ്വഭാവപരമായ നീതിയല്ല. ഞാനൊരു മര്യാദ കുട്ടപ്പനായതുകൊണ്ട് എന്നെ ദൈവം നീതീകരിക്കുന്നു എന്ന് ആരും ചിന്തിക്കരുത്. സ്വഭാവ സർട്ടിഫിക്കറ്റ് അല്ല നീതീകരണം, ദാനമായി കണക്കിടപ്പെടുന്ന നീതിയാണ്. നമുക്കില്ലാത്തൊരു നീതി ദൈവം യേശുക്രിസ്തു നിമിത്തം ദാനമായി നൽകുന്നതാണ് നീതീകരണം, അല്ലാതെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അല്ല. നാലാമതായിട്ട് നമ്മൾ കണ്ടു, നീതീകരണവും പാപക്ഷമയും കൂടെ രണ്ടും കൂടെ ചേരുമ്പോഴാണ് ക്രിസ്തുവിലുള്ള പൂർണ്ണമായ രക്ഷ. നീതീകരണം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല, പാപക്ഷമ മാത്രം പറഞ്ഞോട്ടും ഇരുന്നിട്ടും കാര്യമില്ല. രണ്ടിനും അതിൻ്റെതായ മാനമുണ്ട്. അത് രണ്ടും ചേർത്ത് പറഞ്ഞാലേ പൂർണ്ണമായ രക്ഷയാകത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാപക്ഷമ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ പിന്നെ നീതീകരിക്കപ്പെടുവാൻ വേണ്ടി പ്രവൃത്തികളുടെ സുവിശേഷം ബാക്ക് ഡോറിൽ കൂടെ അകത്ത് കയറ്റും. അങ്ങനെ നമ്മൾ ഗലാത്യ സഭക്കാരെ പോലെ മറ്റൊരു സുവിശേഷം വിശ്വസിക്കാൻ തുടങ്ങും. രണ്ടും പറയണം. പാപം കണക്കിടുന്നില്ല, നീതി കണക്കിടുന്നു. യേശുക്രിസ്തു മൂലം നമുക്ക് ഇത് രണ്ടും ലഭിക്കുന്നു. അപ്പോഴേ പൂർണ്ണമായ രക്ഷയുടെ ചിത്രമാവുകയുള്ളൂ. അവസാനമായിട്ട് നാം യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് നീതീകരണം ലഭിക്കുമെന്ന് നമുക്കറിയാം. എന്താണ് നീതീകരണത്തിന്റെ ഒരു ശരിയായ നിർവചനം? ഇത്രയും നാൾ ഞാനത് പറഞ്ഞില്ല, കാരണം നമ്മൾ കാണേണ്ട ചില സത്യങ്ങൾ, കണക്കിടുക, ഇതൊക്കെ ഈ വേദഭാഗത്തിലാണ് വന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നീതീകരണം, നമ്മൾ റോമർ 4 ഈ വേദഭാഗം വരെ എത്തിയ സ്ഥിതിക്ക് നമുക്കിനി നീതീകരണം ഒന്ന് ചൊവ്വായിട്ട് നിർവചിക്കുവാൻ സാധിക്കും. എന്താണ് നീതീകരണം? നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിന്റെ നീതി നിമിത്തം ദൈവം നമ്മെ നീതിമാന്മാരായി കണക്കാക്കുന്നതാണ് നീതീകരണത്തിന്റെ നിർവചനം. എങ്ങനെ? ക്രിസ്തുവിന്റെ നീതി നിമിത്തം, അവന്റെ അനുസരണം നിമിത്തം ദൈവം നമ്മളെ നീതിമാന്മാരാക്കുന്നു എന്നല്ല, നീതിമാന്മാരായി കണക്കിടുന്നു. നമ്മളോട് ഇടപെടുന്നത് അങ്ങനെ ആയിരിക്കും. ഇവരൊരു നീതിമാനാണെന്നുള്ള രീതിയിൽ ദൈവം കണക്കിടുകയാണ്. ഈ കണക്കിടുക എന്നുള്ള വാക്ക് നമ്മൾ ഈ വേദഭാഗം മൊത്തം കണ്ടതാണല്ലോ. അത് വളരെ കാതലാണ്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നീതീകരണം ലഭിക്കുന്നു. എന്താണ് നീതീകരണം? ക്രിസ്തുവിന്റെ നീതി നിമിത്തം, അല്ല വിശ്വാസം നിമിത്തമല്ല. വിശ്വാസമല്ല നീതി പ്രവൃത്തി. വിശ്വാസം മറ്റേ കുടിക്കുന്ന സ്ട്രോ പോലാണ്, ഒരു മാധ്യമം, ഒരു മുഖാന്തരം മാത്രമാണ്. യേശുവിന്റെ നീതിയാണ് മൂലകാരണം. യേശുക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് മൂലമെന്ന് നമ്മൾ മുമ്പ് ഒരു വേദഭാഗത്തിൽ കണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ നീതി നിമിത്തം ദൈവം നമ്മളെ ദാനമായിട്ട് കൃപയാൽ നീതിമാന്മാരായിട്ട് കണക്കിടുന്നു. എല്ലാവരും നീതീകരണത്തിന്റെ ആ നിർവചനം കാണാൻ പഠിച്ചാൽ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, മലയാളി വിശ്വാസികൾക്ക് പൊതുവെ ഇതിനെക്കുറിച്ച് വലിയ വിവരമില്ല. നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് ഇത് വളരെ കാതലായ ഒരു അടിസ്ഥാനമാണ്. ഇത് പാകിയാൽ തന്നെ ഭൂരിപക്ഷം പ്രശ്നങ്ങളും പലരുടെയും ജീവിതത്തിൽ കുറഞ്ഞു കിട്ടും. ശരി, പ്രായോഗിക വിലയിരുത്തൽ 2 പ്രായോഗിക ഉപയോഗങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടല്ലോ, പ്രവൃത്തികളാലല്ല നമ്മൾ നീതി സമ്പാദിക്കുന്നത്. അങ്ങനെ സമ്പാദിക്കാൻ നമുക്ക് കഴിയുകയുമില്ല. യേശുക്രിസ്തുവിൽ കൃപയാൽ ദാനമായിട്ടാണ് നമുക്ക് നീതീകരണം ലഭിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളോട് എല്ലാവരോടും ചോദിക്കട്ടെ, നിങ്ങൾ ഈ സത്യത്തിന്റെ വെളിച്ചത്തിൽ, ഈ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ സകല സ്വയനീതിയിൽ നിന്നും മാനസാന്തരപ്പെട്ടോ? നമ്മുടെ നാട്ടിൽ പലപ്പോഴും നീ പാപം മാനസാന്തരപ്പെട്ടോ എന്നേ കേൾക്കാറുള്ളൂ. എന്നാൽ വചനപ്രകാരം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് സ്വയനീതി. ഞാൻ പ്രവൃത്തികളാൽ ഒരു നീതി പ്രാപിച്ചെടുക്കും, സമ്പാദിക്കും, ഒരു കൂലി പോലെ ഞാൻ നീതി പ്രാപിച്ചെടുക്കും എന്നൊക്കെ ചിന്തിക്കുന്ന അഹങ്കാരം നിങ്ങൾ മാനസാന്തരപ്പെട്ടോ? സ്വയനീതി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിരവധി പ്രശ്നങ്ങളുണ്ട്, നിരവധി ചതിക്കുഴികളിൽ നമ്മൾ വീണു പോകും. നമ്മളെന്തോ ചെയ്തെടുക്കാമെന്നും പറഞ്ഞായി വരുന്നത്. മുഴുവൻ ദാനമാണെന്നുള്ള ബോധ്യമില്ല. കൃപയിൽ അല്ല പൂർണ്ണമായ അടിസ്ഥാനം പാകിയിരിക്കുന്ന പകുതിക്കാല് പ്രവൃത്തി വെച്ചോണ്ടായി വരുന്നത്. അതുകൊണ്ട് പാപം മാനസാന്തരപ്പെടുന്നത് പോലെ തന്നെ സ്വയനീതിയും മാനസാന്തരപ്പെടണം. എങ്കിലേ ഈ ആത്മപ്രശംസയൊക്കെ പൂർണ്ണമായിട്ട് പോയിട്ട് താഴ്മയുള്ള വ്യക്തികളായി നമ്മൾ മാറുകയുള്ളൂ. രണ്ടാമതായിട്ട് അതിനോട് ചേർത്ത് തന്നെ നമ്മുടെയൊക്കെ ചിലരുടെ ഒരു ചിന്താഗതി ഇതാണ്, യേശുക്രിസ്തുവിൽ അങ്ങനെ വിശ്വസിച്ചാൽ മാത്രം പോരാ, അത് കഴിഞ്ഞിട്ട് ചില മതപരമായ പ്രവൃത്തികളും കൂടെ ചെയ്താലേ യഥാർത്ഥ വിശ്വാസിയാവത്തുള്ളൂ. ചിലരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ ഈ സത്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വരും. ചിലരുടെയൊക്കെ വിചാരം അതാണ്, വിശ്വസിച്ചാൽ അതൊക്കെ എന്താ, ആർക്കും വിശ്വസിക്കാം. വിശ്വസിച്ചാൽ മാത്രം പോരാ, അതിനുശേഷം വില കൊടുക്കണം, സ്നാനപ്പെടണം, ആഭരണമൂരണം, പിന്നെ ഇങ്ങനെ ഓരോ സഭക്കാർക്ക് ഓരോ പ്രവർത്തികളുടെ എണ്ണം കൂടി വരും. ഗലാത്യ സഭയിൽ അവർ പറഞ്ഞത്, ഇതൊന്നും വിശ്വസിച്ചാൽ മാത്രമൊന്നും പോരാ, പരിച്ഛേദന കേൾക്കണം, അപ്പോഴേ നീയൊക്കെ ശരിക്കുള്ള വിശ്വാസിയാവത്തുള്ളൂ. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് സഭകൾ ഇത് പറയുന്നുണ്ട്.
അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമൊന്നും പോരാ, നീതീകരണമൊക്കെ നിനക്കൊക്കെ കിട്ടണം, നീ കുറച്ച് സ്വഭാവത്തിലൊക്കെ മാറണം, അല്ലേ? അങ്ങനെ പറയുന്നതിന്റെ പേരാണ് നിയമവാദം, ലീഗലിസം, അല്ലേ? ചിലരൊക്കെ സഭയില് ഇച്ചിരി വചനപ്രകാരം കണിശം കാണിക്കുന്ന ഒരു മൂപ്പനുണ്ട്, പറയും ഓ ഇത് ഭയങ്കര ലീഗലിസ്റ്റിക് സഭയാണ്. അതല്ല നിയമവാദം. കണിശം കാണിക്കുകയും വചനപ്രകാരം വളരെ ചിട്ടയോടെ നിഷ്ഠയോടെ ഒരു സഭ നടത്തിക്കൊണ്ട് പോകുന്നതൊക്കെ നിയമവാദം ആകണമെന്നൊന്നുമില്ല. ആകാം, പക്ഷെ ആകണമെന്നില്ല. അതല്ല നിയമവാദത്തിന്റെ ശരിയായ നിർവചനം. ഈ സഭയിൽ എല്ലാവരും ഭയങ്കര ചൂടന്മാരാണ്, അതല്ല. നിയമവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, കുറച്ച് നിയമപരമായ അനുസരണം കൂടെ ഉണ്ടെങ്കിൽ ശരിക്കും വിശ്വാസിയാവത്തു. അതായത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലാണ് നമ്മൾ ശരിക്കും നീതീകരിക്കപ്പെടുന്നത്, അല്ലാതെ വിശ്വാസം മാത്രം പോരാ എന്ന് പറയുന്നതാണ് യഥാർത്ഥ നിയമവാദം. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അങ്ങനത്തെ നിയമവാദത്തിന്റെ ആത്മാവിനെ നിങ്ങൾ എതിർക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ അതുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കുന്നുണ്ടോ? ഞാൻ മരണാനന്തര ശുശ്രൂഷയ്ക്ക് ഒരു സഭയിൽ പോയി ഒരിക്കൽ. അവിടെ കേട്ട 5 പ്രസംഗങ്ങളും എന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചു. കയറി പുൾപിറ്റിൽ നിന്ന് 5 പാസ്റ്റർമാരും പറഞ്ഞത് ഒരു സുവിശേഷം കൊടുക്കുകയാണ്. മരണാനന്തര ശുശ്രൂഷയിൽ ഞങ്ങൾ സുവിശേഷം പറഞ്ഞെന്നും പറഞ്ഞ് ഗമയിലായിരിക്കും അവരൊക്കെ വീട്ടിൽ പോയത്. എന്തോ അവർ പറഞ്ഞ സുവിശേഷം എന്നറിയോ? യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം, അത് കഴിഞ്ഞ് നിങ്ങൾ സ്നാനപ്പെടണം, അത് കഴിഞ്ഞ് നിങ്ങൾ അഭിഷേകം പ്രാപിക്കണം, അത് കഴിഞ്ഞ് നിങ്ങൾ മരണാനന്തരത്തോളം വിശുദ്ധി കാത്ത് സൂക്ഷിക്കുമെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന്. ഇത് തന്നെയല്ലേ ഗലാത്യ സഭക്കാർ? അവർ ഇത്രയൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞ് രക്ഷിക്കപ്പെട്ടിട്ട് നിങ്ങൾ പരിച്ഛേദനയും കൂടെ വെക്കണമെന്ന്. ഇത് പിന്നെ സ്നാനം വെക്കണം, അത് തന്നെ ഈ സഭയിൽ സ്നാനം വെക്കണം, പിന്നെ സ്വർണ്ണം ഊരണം സഹോദരിമാര്, പിന്നെ അത് കഴിഞ്ഞിട്ട് അഭിഷേകം പ്രാപിക്കണം. അത് അവർ പറയുന്നതൊക്കെ ഉണ്ടെങ്കിൽ അഭിഷേകം ഉണ്ടെന്ന് അവർ പറയത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് മരണാനന്തരം, അപ്പം മരണാവസാനം എങ്ങാണ്ടാണ് രക്ഷിക്കപ്പെടുന്നത്. ഇവർക്ക് ആർക്കും റോമർ 5:1 പറഞ്ഞിരിക്കുന്ന വാക്യം, നമ്മൾ യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ടിട്ട്, ഭൂതകാലം പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടെന്നുള്ള ആ വാക്യം ഇവർക്കാർക്കും പറയാൻ പറ്റത്തില്ല. കാരണം മരണാനന്തരം വരെ, മരണം വരെ നമുക്ക് പ്രവർത്തിച്ചാലേ ഈ രക്ഷ ലഭിക്കത്തുള്ളൂ. എന്തൊരു പൊട്ട സുവിശേഷമാണ്! എന്തുകൊണ്ടാണ് അവരത് പറയുന്നത്? അവർ നിയമവാദം വിശ്വസിച്ചാൽ മാത്രം പോരാ, സ്നാനപ്പെടണം, സ്വർണ്ണം ഊരണം, ഇങ്ങനെ നിരവധി പടികൾ വെച്ചിട്ടുണ്ട്, എങ്കിലേ യഥാർത്ഥ വിശ്വാസിയാവത്തുള്ളൂ. അതാണ് പ്രവൃത്തിയുടെ സുവിശേഷം. നമ്മൾ സ്നാനപ്പെടണം, വചനപ്രകാരം പഠിപ്പിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മൾ അഭിഷേകം പ്രാപിക്കണം, നമ്മൾ അന്ത്യം വരെയും വിശുദ്ധി കാത്ത് സൂക്ഷിക്കണം, അതെല്ലാം ശരിയാണ്. പക്ഷേ നീതീകരിക്കപ്പെടുവാൻ വേണ്ടിയിട്ടല്ല അതൊന്നും ചെയ്യേണ്ടത്. രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയിട്ടല്ല അതൊന്നും ചെയ്യുന്നത്. അതൊക്കെ രക്ഷിക്കപ്പെട്ടോണ്ട് ചെയ്യുന്നതേ, അല്ലെ? പരിച്ഛേദന അബ്രഹാം ഏറ്റു രക്ഷിക്കപ്പെട്ടതിന് ശേഷം, അല്ലാതെ പരിച്ഛേദന ഏറ്റാലേ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത് നിയമവാദമായി പോയി. അതിനാണ് പലരും സ്നാനത്തെക്കുറിച്ചൊക്കെ പറയുന്നത്, സ്നാനപ്പെട്ടാലേ രക്ഷിക്കപ്പെടുള്ളൂ. രക്ഷിക്കപ്പെടുവാനുള്ള ഒരു പ്രവൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെയും ശിഷ്യത്വത്തിന്റെയും പല ഉപദേശ സത്യങ്ങൾ. അത് നിയമവാദമാണ്. നമുക്ക് കേരളത്തിലെ സഭയും മറ്റു പാസ്റ്റർമാരെയൊക്കെ വിടാം. നിങ്ങളുടെ ഹൃദയത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ഈ നിയമവാദമുണ്ടോ? അതിനെതിരെ നിങ്ങൾ പോരാടുന്നുണ്ടോ? എതിർക്കുന്നുണ്ടോ? ഉപേക്ഷിക്കുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ കണ്ടോ, ഈ 2 ചോദ്യങ്ങളിലും പറഞ്ഞിരിക്കുന്ന കാര്യം. ഞാൻ ഉപസംഹരിക്കട്ടെ. നമ്മൾ സ്വയനീതി മാനസാന്തരപ്പെട്ടാൽ നമ്മൾ എന്താകും? നമുക്ക് ആത്മപ്രശംസയൊന്നും ഇല്ലാത്ത താഴ്മയുള്ളവരായി മാറും. നമ്മൾ നിയമവാദത്തിന്റെ ആത്മാവിനെ എതിർത്ത് ഉപേക്ഷിച്ചാൽ നമ്മൾ എന്താകും? നമ്മൾ എല്ലാം കൃപയാൽ ലഭിക്കുന്നു എന്ന് പറയുന്ന സൗമ്യതയുള്ളവരായിരിക്കും. നമുക്ക് മറ്റു വിശ്വാസികളെ അംഗീകരിക്കാൻ കഴിയും. അവർ വലിയ കൊമ്പത്തെ സർക്കസ് കാണിച്ചാലേ ഞങ്ങൾ അംഗീകരിക്കൂ എന്നൊന്നും നമ്മൾ വലിയ പിടിവാദം കാണിക്കത്തില്ല. അപ്പൊ ഒന്ന് നോക്കിക്കേ, താഴ്മയുള്ളവരും സൗമ്യതയുള്ളവരുമായി മാറും. അങ്ങനെ സഭയിലുള്ള എല്ലാവരും ആയാൽ സഭ എന്താകും? സ്വർഗത്തിന് തുല്യം, സാഹോദര്യ സ്നേഹം കൊണ്ട് നിറഞ്ഞ, മാധുര്യം കൊണ്ട് നിറഞ്ഞ ഒരു നല്ല കൂട്ടായ്മയായി മാറി. ഇന്ന് പല സഭകളിലും ഈ മറ്റേ സുവിശേഷം പ്രസംഗിക്കുന്നത് കൊണ്ട് തന്നെ തികഞ്ഞ അഹങ്കാരികളും സ്വയനീതിയിൽ തമ്മിൽ മത്സരിക്കുന്നവരെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് സഭയിൽ അങ്ങനെ പറയപ്പെടുന്ന പോലത്തെ സ്വർഗതുല്യമായ സാഹോദര്യ സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടായ്മയൊന്നും നമുക്ക് കാണാനില്ല. എന്താ കാരണം? പ്രവൃത്തിയുടെ സുവിശേഷമാണ് അവിടെ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. യഥാർത്ഥ നീതീകരണത്തിലൂടെ ലഭിക്കുന്ന ആശ്ചര്യം, ഇത്ര വലിയ കൃപ പ്രാപിക്കാൻ നമ്മൾ ആരുണ്ട്? ആ ഒരു താഴ്മയും ആ ഒരു സൗമ്യതയും ആ ഒരു ആശ്ചര്യമൊന്നും ആളുകളുടെ ഹൃദയത്തിൽ, അതുകൊണ്ട് തന്നെ മുഷടി പിടിച്ച കുറെ എണ്ണം വന്നിരിപ്പുണ്ട് സഭയിൽ. പ്രവൃത്തിയുടെ നുകവും പേറി ഇങ്ങനെ മറ്റുള്ളവരെയൊക്കെ നോക്കി, നിനക്ക് 3 ഉള്ളല്ലേ, എനിക്ക് 4 പ്രവൃത്തി ഉണ്ടടാ എന്നും പറഞ്ഞ് ഇങ്ങനെ പുച്ഛിക്കുന്ന കുറെ എണ്ണങ്ങൾ വന്നിരിപ്പുണ്ട്. അഹങ്കാരികളും മത്സരബുദ്ധികളെയും കൊണ്ട് സഭ നിറഞ്ഞിരിക്കുക. എന്നാൽ യഥാർത്ഥ പാപക്ഷമയും നീതീകരണവും ചേർന്ന രക്ഷാസത്യം നമ്മൾ വിശ്വസിക്കുമെങ്കിൽ നമുക്ക് എന്തുണ്ട്? നമ്മൾ താഴ്മയുള്ളവരും സൗമ്യതയുള്ളവരും, നമ്മുടെ സഭ അന്യോന്യം സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന സ്വർഗതുല്യമായൊരു കൂട്ടായ്മയെ മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ യഥാർത്ഥ സുവിശേഷം വിശ്വസിക്കാം. അതിലൂടെ ഉളവാകുന്ന
താഴ്മയും സൗമ്യതയും പ്രാപിക്കാം. ഈ ആഴ്ചത്തെ മനപ്പാഠവാക്യം റോമർ 4:3 തന്നെയാണ്. തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് ഈ കേട്ട വചനത്തോട് പ്രതികരിക്കാം.